പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയെക്കുറിച്ച് ഒരു ചെറിയ ആലോചന മാത്രം ഈ പകൽക്കാലം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യം. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിന്നു വീണ്, പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കിക്കളയണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലയളവിൽ അവസാന കാലഘട്ടത്തിലേക്ക് കടന്നു പോകുമ്പോൾ താൻ വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ താൻ നേരിടാൻ പോകുന്ന ഒരു വലിയ ദൗത്യത്തിന് പുറകിൽ നടക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മളിവിടെ കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. കർത്താവ് വളരെയേറെ പ്രയാസത്തോടെ, അല്ലെങ്കിൽ വളരെ ഒരു പ്രതിസന്ധി അതിജീവിക്കുവാൻ, തനിക്ക് നേരിടുവാൻ പോകുന്ന ആ കാര്യത്തെ തനിക്കറിയാം. അതിനെ നേരിടുവാനുള്ള കൃപ ലഭിക്കേണ്ടതിന് താൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ പല കാര്യങ്ങളും നടത്തി തരാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ഇവിടെ കർത്താവ് പ്രാർത്ഥിക്കുന്നത് താൻ നേരിടാൻ പോകുന്ന ഒരു വലിയ പ്രതിസന്ധിയെ അതിജീവിക്കുവാനുള്ള ഒരു ദൈവകൃപ തനിക്ക് ലഭിക്കേണ്ടതിനായിട്ട് കർത്താവ് പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ഈ പ്രാർത്ഥന 2 തരത്തിൽ ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഒന്നാമതായിട്ട് കർത്താവ് ഇവിടെ പറയുന്നുണ്ട്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കിത്തരണമേ എന്ന് ഒന്നാമതായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, കർത്താവ് അത് പ്രാർത്ഥിക്കുവാനുള്ള കാരണം, കുറച്ച് സമയം കഴിയുമ്പോൾ താൻ ദുഷ്ടന്മാരാൽ പിടിക്കപ്പെടുകയും താൻ ക്രൂശിലേക്ക് കടന്നു പോവുകയും ചെയ്യേണ്ടി വരുമെന്ന് തനിക്കറിയാം. ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് അവിടെ കർത്താവ് പറയുന്നത്, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിലെ ദൈവം മറുപടി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ കർത്താവ് ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും, ദൈവം ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഈ പ്രാർത്ഥനയ്ക്ക് പ്രത്യക്ഷമായ ഒരു മറുപടി അവിടെ കാണുന്നില്ല. ഇത് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ ചില പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ നിരാശപ്പെട്ടു പോകുവാൻ ഇടയുണ്ട്. ഇത്ര നാൾ ഞാൻ പ്രാർത്ഥിച്ചല്ലോ, എന്നിട്ടും എനിക്കൊരു മറുപടി ഇല്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. പ്രിയപ്പെട്ടവരെ, എന്നാൽ നിരാശപ്പെട്ടു പോകേണ്ട. നമുക്കൊരു വിഷയത്തിന് മധ്യത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല എങ്കിലും അതിന് പുറകിൽ ദൈവത്തിന് എന്തോ പ്രത്യേകമായ ഒരു പദ്ധതി ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തത്. ഒരുപക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് മറുപടി ലഭിക്കുന്ന സാഹചര്യങ്ങളുണ്ട്, അപ്പോൾ തന്നെ മറുപടി ലഭിക്കാം. എന്നാൽ കുറെ നാളുകൾ കഴിഞ്ഞ് മറുപടി ലഭിക്കാം. നമുക്കറിയാം, 38 സംവത്സരമായി കുളക്കരയിൽ കിടന്നവൻ വളരെ വർഷങ്ങളുടെ ദീർഘമായ പ്രാർത്ഥനയോട് ഒടുവിൽ അവനൊരു വിടുതൽ ലഭിച്ചു. ഇവിടെ കർത്താവിന്റെ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. കാരണം അവിടെ ദൈവം മൗനമായിട്ടിരുന്നു, ആ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി വന്നില്ല. രണ്ടാമത് കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്, എങ്കിലും എന്റെ ഹിതമല്ല നിന്റെ ഹിതം നടപ്പാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ 2ാമത്തെ സെക്ഷനിൽ അവിടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, എന്റെ ഹിതമല്ല നിന്റെ ഹിതം നടപ്പാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു. എന്താണ് മറുപടി ലഭിച്ചത്? ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ കർത്താവിനെ ദുഷ്ടന്മാർ പിടിച്ചു, ആ പാപികളാൽ പിടിക്കപ്പെട്ടു ക്രൂശിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ആ ദൈവഹിതം നടപ്പായി. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. അപ്പൊ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്, ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല, മറ്റേ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ആരും നിരാശപ്പെട്ടു പോകേണ്ട കാര്യമില്ല. ഞാൻ ഇത്ര പ്രാർത്ഥിച്ചു ഇരിക്കുന്ന ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലല്ലോ എന്നോർത്ത് നമ്മൾ ആരും ഭാരപ്പെടണ്ട. കാരണം ഈ ആദ്യം പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം തന്നിരുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, മനുഷ്യന്റെ രക്ഷയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു വലിയ പദ്ധതിയാണ് ക്രൂശീകരണം. ആ ക്രൂശീകരണം നടക്കാതെ പോയേനെ, ആ ക്രൂശീകരണം ഒഴിവാക്കപ്പെടുമായിരുന്നു. നമ്മൾ പാപികളാണ്, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തു കാൽവരിയിൽ യാഗമായി തീർന്നത്. ആ യാഗത്തെ ഒഴിവാക്കുവാൻ പ്രാർത്ഥിച്ചുവെങ്കിലും അത് നടപ്പാകാതിരുന്നത് കൊണ്ട് അതിന്റെ പുറകിൽ ഒരു വലിയ പ്രവൃത്തി ദൈവം ചെയ്തെടുത്തു. മനുഷ്യന്റെ രക്ഷ, മാനവകുലത്തിന്റെ രക്ഷ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാതിരുന്നപ്പോൾ മാത്രമാണ് നടന്നത്. ഞാൻ പറയാം, ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുകയാണ്. ഈ പാനപാത്രം എന്നിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ
അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, പാപികളായ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ പിന്നെ ഒരു പരിഹാരമില്ല. മനുഷ്യനെന്നും പാപത്തിൽ അകപ്പെട്ടു പോകുമായിരുന്നു. ഇതിന്റെ പുറകിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൂതെന്ന് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അതിന് പുറകിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് എന്തോ കാര്യങ്ങൾ ചെയ്തെടുക്കുവാനുണ്ട്. മാനവരാശിയെ രക്ഷിക്കുവാൻ മൗനമായി പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാതിരുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് ആരൊക്കെ കേൾക്കുന്നുവോ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നാളുകളായി മറുപടിയില്ലാത്ത ഏതെങ്കിലും പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥന സ്വർഗം കേൾക്കാത്തത് കൊണ്ടല്ല, ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലാത്തത് കൊണ്ടല്ല. നിങ്ങൾ പ്രത്യക്ഷമായി നോക്കുമ്പോൾ അതിന് മറുപടിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് നോക്കുമ്പോൾ പക്ഷെ അതിന് മറുപടിയില്ലായിരിക്കാം. പക്ഷെ അതിന് പുറകിൽ ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട്. മാനവ കുലത്തിന്റെ രക്ഷയ്ക്കായിട്ട് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാതിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, മറുപടി തരുന്ന പ്രാർത്ഥന ഓർത്തല്ല നമ്മൾ സന്തോഷിക്കേണ്ടത്, മറുപടി ഇല്ലാത്ത പ്രാർത്ഥന ഓർത്ത് നമ്മൾ സന്തോഷിക്കണം. കാരണം അതിന് പുറകിലാണ് ദൈവത്തിന് വലിയ പ്രവൃത്തി ചെയ്തെടുക്കുവാനുള്ളത്. അതിന് പലരും പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല, പ്രാർത്ഥിച്ചിട്ട് നാളുകളായി മറുപടിയില്ലെന്ന് പറഞ്ഞ് നിരാശപ്പെടുകയാണ്. അല്ലേതാണ് കർത്താവ് പറഞ്ഞ്, നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം, നിങ്ങൾ ഇടപെടാതെ പ്രാർത്ഥിക്കണം എന്നൊക്കെ ദൈവം പറയുന്നുണ്ട്, കർത്താവ് പറയുന്നുണ്ട്. പലരും പറയുന്നു, ഞാൻ ഇത്ര നാളായി പ്രാർത്ഥിച്ചു മറുപടിയില്ല എന്നൊക്കെ പറഞ്ഞ് നിരാശപ്പെടുന്നുണ്ട്. പലരും ദൈവകൃപയിൽ നിന്ന് പിന്നോട്ട് പോകുകയാണ്. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കൊരു ബ്ലെസ്സിംഗ് ഇല്ല, എനിക്കൊരു അനുഗ്രഹമില്ല, എനിക്കൊരു വിടുതലില്ല എന്നൊക്കെ പറഞ്ഞ് പലരും ദൈവത്തെ പഴിച്ചും ഹല്ലേലൂയ സ്തോത്രം ദൈവത്തെ തള്ളിപ്പറഞ്ഞ് പിന്മാറ്റപ്പെട്ടു പോകുന്നത് നമ്മൾ കാണുവാൻ കഴിയുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിരാശപ്പെടണ്ട. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല എങ്കിൽ അതിനകത്താണ് ദൈവത്തിന്റെ അത്ഭുതം ഒളിഞ്ഞു കിടക്കുന്നത്, അതിനകത്താണ് ദൈവത്തിന്റെ പ്രവൃത്തി ഒളിഞ്ഞു കിടക്കുന്നത്. അതിന് കാരണം ഈ രക്ഷ നമുക്ക് വന്നത് ഈ 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നതിന്റെ ദൗത്യ പൂർത്തീകരണം, ആ ക്രൂശീകരണം നടക്കുവാൻ കാരണം ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാതിരുന്നത് കൊണ്ടാണ്.